എന്തോ പറയാം, മോഹൻലാലിനെ ഇല്ലാതാക്കിയത് പോലെ എന്തോ പ്രതീക്ഷിച്ച പടമായിരുന്നു, കൊള്ളൂല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പ്രതീക്ഷ പോലെ ആയില്ല. വഴിതെറ്റിപ്പോലും വരരുത് എന്നൊരു അഭിപ്രായം. അതൊക്കെ സൂപ്പറാ. ബീജം പക്ഷെ ഭയങ്കര ലാഗ്, നല്ല ലാഗ് ഉണ്ട്. അല്ല അങ്ങനെയല്ല, നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ടായിരുന്നു. ക്യാമറ വർക്കും കൊള്ളാം, കൊള്ളായിരുന്നു. ഇല്ല, നല്ല പടം. ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി മൂവി അങ്ങനെ കണ്ടാൽ മതി. മോഹൻലാലിൻ്റെ ആ പഴയ ആ ഒരു അങ്ങനെയുള്ള മാസം അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒരു വളരെ ഇല്ല. കാരണം പുള്ളിയുടെ പടം ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ, ഓവറായിട്ട് പ്രതീക്ഷ വന്നാൽ മാത്രമേ നിരാശപ്പെടൂ. ആക്ച്വലി നമ്മൾ ഈ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ കമൻസും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പടം എങ്ങനെയായിരിക്കും എന്നൊരു പേടിയുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും ക്ലാസ്, മാസ് എല്ലാം ഉണ്ട്, ഹാർട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലെ ചില കമൻസൊക്കെ കണ്ടു, പക്ഷേ അങ്ങനെയല്ല. സിനിമ മസ്റ്റ് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. അവതാരം തന്നെയാണ്, കൊള്ളാം. ഒരു നല്ല പടം, നല്ല നമുക്കൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആണ് എല്ലാം കൊണ്ടും. കൊള്ളാവുന്ന സിനിമയാണ്. സൂപ്പർ മൂവി, ലിജോ ജോസ് പല്ലിശ്ശേരി മൂവി സൂപ്പർ. മാജിക്കാണ്, സൂപ്പർ. എല്ലാം ഉണ്ട്, അടിപൊളി പടം. കിടിലൻ പടമാണ്. അത് വൈകിട്ടായിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. നല്ല ഉഗ്രം പടം, അടിപൊളി. സിനിമാറ്റോഗ്രഫി അതിന്റെ അടിപൊളിയായിട്ടുണ്ട്. പറ്റി അത്രേ ഉള്ളൂ, അത്രയ്ക്ക് സൂപ്പർ. കുഴപ്പമില്ല, നല്ല സിനിമ. കുഴപ്പമില്ല, സൂപ്പർ പടം, നല്ല പടം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. തകർത്തു. അടിപൊളി എഫക്റ്റ് ആയിരുന്നു. കൊള്ളത്തില്ല, കൊള്ളാം, നല്ല സിനിമ. അതൊന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ സെക്കൻഡ് ഭയങ്കര ലാഗായിരുന്നു. കൊള്ളാന്ന് പറ ചിരിക്കുന്നു. കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി. അടിപൊളി. ഇഷ്ടപ്പെട്ടു, നല്ല കൊള്ളാം, നല്ല